നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇനി എടുക്കാൻ പോകുന്നത്. നമ്മൾ പൊതുജനാരോഗ്യം എന്ന ടോപ്പിക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരള ബാങ്ക് ഒയ്ക്കും LGSനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് പദ്ധതികളൊക്കെ ചോദിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് പദ്ധതികളൊക്കെ വരുന്നത്. ഇപ്പം പദ്ധതികളൊക്കെ ഇല്ലാത്ത എക്സാമുകളില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പം എല്ലാ പരീക്ഷയ്ക്കും, എല്ലാ തലത്തിലുള്ള പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു മാർക്ക് പദ്ധതികളിൽ നിന്ന് ഉറപ്പായിട്ടും കാണും. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പം ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പം ആദ്യമേ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പഠിക്കാനിപ്പം നമുക്ക് തിരിഞ്ഞു പോകുന്നൊരു സാധനമാണ്. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഈ പദ്ധതികളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പല പദ്ധതികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു പോകും. അപ്പം അതിന് ഒരു വഴി എന്ന് പറയുന്നത്, ഏത് പദ്ധതി എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനകത്തൊരു കീവേഡ് കിട്ടും. ആ കീവേഡ് എടുക്കുക. മനസ്സിലായോ? അതായത് നമുക്ക് ആ പദ്ധതിയുടെ വാക്കിൽ തന്നെ ആ പദ്ധതിയുടെ അർത്ഥം വരുന്ന ഒരു വാക്ക് തന്നെയൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കീവേഡ് നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് ഉറപ്പുവരുത്തുക എന്താണ് ആ പദ്ധതി, ആരാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്, പിന്നെ ആർക്കാണ് ഈ പദ്ധതി കിട്ടുന്നത്, ആർക്ക് കിട്ടുന്നു, അഞ്ചാമത്തത് എന്ന് മുതൽ നടപ്പിലാക്കി. ചിലതിനകത്തൊന്നും ഈ 5 നമുക്ക് പഠിക്കണമെന്നില്ല. ചിലതിനകത്ത് നമുക്ക് ഡയറക്റ്റ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ പ്രധാനമായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഒരു പദ്ധതിക്കകത്ത് ഉൾപ്പെടുന്നത്. എന്തൊക്കെ സേവനങ്ങൾ തരുന്നു അത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഏറ്റവും പ്രധാനം ആ പദ്ധതിയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന കീവേഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മളങ്ങോട്ട് ഓരോ പദ്ധതികൾ പഠിക്കണം. ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ സ്നേഹസാന്ത്വനം. ആദ്യത്തേതാണ് സ്നേഹസാന്ത്വനം പദ്ധതി. സ്നേഹസാന്ത്വനം പദ്ധതി നമുക്ക് നോക്കാം. ആദ്യത്തത് സ്നേഹസാന്ത്വനം. ഇവിടെ നമ്മൾ ഓർക്കുക, സാന്ത്വനം. ആർക്കാണ് ഇവിടെ സാന്ത്വനം കിട്ടുന്നത്? അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊക്കെ നേരിട്ട ഒരാൾക്കാണ് നമ്മൾ സാന്ത്വനം കൊടുക്കുന്നത്, അല്ലയോ? അപ്പോൾ അത് വെച്ചൊന്ന് കണക്ട് ചെയ്താൽ മതി. സ്നേഹസാന്ത്വനം ആർക്കാ? എൻഡോസൾഫാൻ ബാധിതർക്ക്. എവിടെ? നമ്മുടെ കേരളത്തിൽ എൻഡോസൾഫാൻ ബാധിത മേഖല ഏതാ? കാസർഗോഡ് ജില്ല. അപ്പം കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണെന്ത്? സ്നേഹ സാന്ത്വനം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പെൻഷൻ നൽകിയാണ് സാന്ത്വനിപ്പിക്കുന്നത്. അപ്പം സ്നേഹസാന്ത്വനം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നു. ഇനി അതിന് പല കാറ്റഗറി തിരിച്ചാണ് കൊടുക്കുന്നത്. ശയ്യാലംബരായ രോഗികൾ, അതായത് കിടപ്പ് രോഗികളാണെങ്കിൽ പ്രതിമാസം 2000 രൂപ. ഇനി സാധാരണ രോഗികളാണെങ്കിൽ പ്രതിമാസം 1000 രൂപ. ഇനി കുടുംബത്തിലെ കുട്ടികൾക്ക് എന്ത് കൊടുക്കും? വിദ്യാഭ്യാസ ധനസഹായം കൊടുക്കുന്നു. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതമായ കുടുംബത്തിലെ കുട്ടികൾക്ക് എന്ത് കൊടുക്കും? കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നു. ഇതാണ് സ്നേഹസാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്നേഹസാന്ത്വനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി. ആർക്കൊക്കെ കൊടുക്കുന്നു? കിടപ്പ് രോഗികളാണെങ്കിൽ മാസം 2000 രൂപ, സാധാരണ രോഗികളാണെങ്കിൽ മാസം 1000 രൂപ. ഇനി ഇത് ബാധിതമായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു? വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നു. ഓർക്കുക, കീവേഡ് ഓർക്കുക, സാന്ത്വനം എൻഡോസൾഫാൻ. ഓക്കെ ആണല്ലോ. അടുത്ത പദ്ധതി ശ്രുതി തരംഗം പദ്ധതി. ശ്രുതി നമ്മൾ കേൾവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, നമുക്ക് വാക്കിൽ നിന്ന് കിട്ടിയല്ലോ. അപ്പം ശ്രുതി തരംഗം പദ്ധതിയിൽ എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ, കോക്ലിയ ഇംപ്ലാന്റേഷൻ. ആ വാക്ക് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. കോക്ലിയ ഇംപ്ലാന്റേഷൻ ചെയ്യുന്നു. അതായത് 5 വയസ്സ് വരെ പ്രായമുള്ള ശ്രവണ വൈകല്യമുള്ളവർക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണെന്ത്? ശ്രുതി തരംഗം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം 5 വയസ്സ് വരെയുള്ള പ്രായമുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണെന്ത്? ശ്രുതി തരംഗം പദ്ധതി. അപ്പോൾ നമ്മൾ ഓർക്കുക, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശ്രുതി എന്ന് കേട്ട് കഴിഞ്ഞാൽ കോക്ലിയ ഇംപ്ലാന്റേഷൻ. ആർക്ക്?
5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക്. ഓക്കെ ആണല്ലോ. ഇനി എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നു ഇതിലൂടെ? ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ചോദ്യ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്താവന രീതികളാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരും. ഒരു പദ്ധതി തന്നിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ, ശരിയായ പ്രസ്താവനകൾ, ശരിയല്ലാത്ത പ്രസ്താവനകൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം അതിനകത്ത് ചോദിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിനകത്ത് മറ്റൊരു സേവനം കൂടിയുണ്ട്. ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണെന്ത്? ശ്രുതി തരംഗം പദ്ധതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ശ്രുതി തരംഗം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ വേണ്ടിയിട്ടുള്ളതാണ്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ മാത്രമാണോ ചെയ്യുന്നത്? അല്ല. ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷി, കാരണം നമുക്കറിയാം ഈ കേൾവി തകരാറുള്ളവർക്ക് സംസാരശേഷിയും പ്രശ്നമാണ്. സംസാരവും സ്പീച്ചും ഒക്കെ അവർക്ക് പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പം കേൾവി ശക്തി കൊടുക്കുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സംസാരശേഷിയും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സേവനവും കൂടെ ഈ പദ്ധതിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കാന്ന് ഓർക്കണം? 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക്. 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക്. ഇനി 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടുമോ? ഇല്ല. പ്രതിവർഷം 2 ലക്ഷം വരെ കുടുംബ വരുമാനമുള്ള, പ്രതിവർഷം 2 ലക്ഷം വരെ കുടുംബ വരുമാനമുള്ള കുട്ടികൾക്കാണെന്ത്? ശ്രുതി തരംഗം പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രുതി തരംഗം പഠിച്ചല്ലോ. കീവേഡ് ഓർത്തോണം. ശ്രുതി കേൾവിയായിട്ട് ബന്ധപ്പെട്ടാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. ഇനി അടുത്തത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ധ്വനി ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രുതി തരംഗം എന്തുവാ? കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യുന്ന ഒരു പദ്ധതിയാണെന്ത്? ശ്രുതി തരംഗം എന്ന് പറയുന്നത്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ മാത്രം മതിയോ? അതിനുശേഷം കുറേ തുടർ ചികിത്സകളുണ്ട് ഇല്ലയോ? അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്? ധ്വനി എന്ന് പറയുന്നത്. ധ്വനിയും കേൾക്കുമ്പോൾ അറിയാമല്ലോ, ധ്വനി കേൾവിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് തുടർ ചികിത്സാ സഹായം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചങ്ങ് പഠിച്ചാൽ മതി. മനസ്സിലായോ? കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നത് വരെ ശ്രുതി തരംഗം, കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ധ്വനി. സെറ്റാണേ? ധ്വനി സെറ്റാണേ. ഇനി നിലവിൽ ഈ ശ്രുതി തരംഗവും ധ്വനിയും ഏതിനകത്തോട്ട് ലയിച്ച്? കാതോരം പദ്ധതിയിലേക്ക് ലയിച്ചിരിക്കുക. നിലവിൽ ശ്രുതി തരംഗവും ധ്വനിയും ഏതിനകത്തോട്ട് ലയിച്ച? കാതോരം പദ്ധതിയിലേക്ക് ലയിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അറിയണം കാതോരം പദ്ധതി എന്തുവാന്നുള്ളത്. കാതോരം, കാത് ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പം അതും നമുക്ക് പഠിക്കാം. എന്തുവാ? അവിടെ കോക്ലിയർ ഇംപ്ലാന്റേഷനോ അങ്ങനെയൊന്നും പറയുന്നില്ല. കോമൺ ആയിട്ട് കേൾവി വൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെന്ത്? കാതോരം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉൾപ്പെടും. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണെന്ത്? കാതോരം. അതുകൊണ്ട് തന്നെ ഇപ്പം ശ്രുതി തരംഗവും ധ്വനിയും ഏതിനകത്തോട്ട് ലയിപ്പിച്ചിട്ടുണ്ട്? കാതോരം പദ്ധതിയിലോട്ട് ചേർത്തിട്ടുണ്ട്. ഓക്കെ ആണേ? അപ്പം ഇത് മൂന്നും ഒരുമിച്ച് പഠിച്ചോണം. ഏതൊക്കെയാ? ശ്രുതി തരംഗം, ഇത് മൂന്ന് നമ്മൾ കേൾവിയായിട്ട് ബന്ധപ്പെട്ടതെന്ന് ഓർത്തോണം. ഓക്കെ ആണല്ലോ? അപ്പം ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തതിനകത്തോട്ട് പോകാം. വയോമിത്രം പദ്ധതി നമുക്ക് അറിയാമല്ലോ. പ്രായമായവർക്ക് നമ്മൾ പ്രായമായവരെയല്ലേ വയോജനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രായമായവരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. മിത്രം, വയോമിത്രം. ഓക്കെ ആണല്ലോ? വയോമിത്രം രണ്ടും കീവേഡാണ്. പ്രായമായവർ മിത്രങ്ങളെ തേടുന്നു. ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നമ്മുടെ മിത്രങ്ങളാണല്ലോ, ഫോണിൽ കൂടെ സംസാരിക്കും. മിത്രങ്ങളാകുമ്പോൾ എന്തുവാ? കൗൺസിലിംഗ്, അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് നമുക്ക് ഉപദേശം തരുന്നവരാ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. നമുക്ക് പെട്ടെന്നൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ തരുന്നത് സുഹൃത്തുക്കളാണ്. പെട്ടെന്ന് വയ്യാതെ അടക്കുമ്പോൾ എടാ മരുന്ന് മേടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളാണ്, മിത്രങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് എല്ലാം കണക്ട് ചെയ്തോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. വയോമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും സൗജന്യമായി നൽകുന്ന പദ്ധതിയാണെന്ത്? വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത്. പദ്ധതി പഠിക്കുമ്പോൾ കുറേ ചളികളൊക്കെ വരും. കുറേ ചളികളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചൊന്ന് ഓർത്താൽ മതി. വയോമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും സൗജന്യമായി നൽകുന്ന പദ്ധതിയാണെന്ത്? വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത് എന്ന് മുതൽ നടപ്പിലാക്കിയെന്ന് വെച്ചാൽ 2012-13 മുതൽ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഇനി എന്താണ് ഈ രോഗം എന്ന് വെച്ച് എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോയി പാലിയേറ്റീവ് ഹോം കെയർ പ്രൊവൈഡ് ചെയ്യുന്നു.
കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോയി പാലിയേറ്റീവ് ഹോം കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സൗജന്യ ആംബുലൻസ് സേവനവും നൽകുന്നുണ്ട്. സൗജന്യ ആംബുലൻസ് സേവനവും നൽകുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ. അപ്പം വയോജനങ്ങൾ മിത്രത പുലർത്തുന്നു. ഏത് വയോജനങ്ങൾ? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. അവർക്ക് മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും സൗജന്യമായി കൊടുക്കുന്നു. 2012-13 നടപ്പിലാക്കി. മറ്റ് സേവനങ്ങൾ എന്തൊക്കെയാണ്? പാലിയേറ്റീവ് ഹോം കെയർ പ്രൊവൈഡ് ചെയ്യുന്നു, സൗജന്യ ആംബുലൻസ് സേവനവും നൽകുന്നു. ഇത്രയൊക്കെയാണല്ലോ. അപ്പം നമുക്ക് അടുത്തതിനകത്തോട്ട് പോകാം. സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതി ചിലവർക്ക് നമ്മൾ ആശ്വാസം കൊടുക്കുന്ന പദ്ധതികളാണെന്ത്? സമാശ്വാസം പദ്ധതി. അത് 4 എണ്ണം ഉണ്ട്. സമാശ്വാസം 1, സമാശ്വാസം 1, സമാശ്വാസം 2, സമാശ്വാസം 3, സമാശ്വാസം 4. അങ്ങനെ 4 പദ്ധതികളാണ് സമാശ്വാസ പദ്ധതിയുടെ കീഴിൽ വരുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. സമാശ്വാസം 1 എന്ന് പറയുന്നത് വൃക്ക തകരാറ് കാരണം മാസത്തിൽ ഒരു തവണ ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം 1100 രൂപ ധനസഹായം നൽകുന്നു. അതാണ് സമാശ്വാസം 1. നമുക്ക് പഠിക്കേണ്ട എന്തുവാ? സമാശ്വാസം 1 വൃക്ക തകരാറായവർക്ക് 1100 രൂപ കൊടുക്കുന്നു. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. സമാശ്വാസം 1 വൃക്ക തകരാറായവർക്ക് പ്രതിമാസം 1100 രൂപ. വൃക്ക തകരാറിലായവർക്കല്ലയോ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത്. അത് നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും നമ്മൾ പഠിക്കേണ്ട. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം വിട്ടേക്കണം. നമുക്ക് പഠിക്കാൻ എന്തുവാ? സമാശ്വാസം 1 വൃക്ക തകരാറിലായവർക്ക് എന്ത് കൊടുക്കുന്നു? മാസം 1100 രൂപ കൊടുക്കുന്നു. സെറ്റാണല്ലോ. ഇനി അടുത്തത് സമാശ്വാസം 2. അടുത്ത സമാശ്വാസം 2 എന്ന് പറയുന്നത് വൃക്ക കരള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മാസം 1000 രൂപ ധനസഹായം നൽകുന്നു. വൃക്ക കരള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മാസം 1000 രൂപ ധനസഹായം നൽകുന്നു. അതാണെന്ത്? സമാശ്വാസം 2 എന്ന് പറയുന്നത്. അപ്പോൾ സമാശ്വാസം 1 വൃക്ക തകരാറായവർക്ക് 1200, സമാശ്വാസം 2 വൃക്ക കരള് മാറ്റിവെക്കാൻ മാസം 1000 രൂപ. ഓക്കെ ആണല്ലോ. അടുത്ത സമാശ്വാസം 3. സമാശ്വാസം 3 എന്ന് പറയുന്നത് അപ്പോൾ സമാശ്വാസം 3 എന്ന് പറയുന്നത് ഹീമോഫീലിയ ബാധിച്ചവർക്ക് മാസം 1000 രൂപ. സമാശ്വാസം 3 എന്തുവാ? ഹീമോഫീലിയ ബാധിച്ചവർക്ക് മാസം 1000 രൂപ. ഹീമോഫീലിയ എന്തുവാണെന്നറിയാമല്ലോ. രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഹീമോഫീലിയ. ജനിതക രോഗങ്ങളിൽ പെടുന്നതാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അമിതമായിട്ട് രക്തസ്രവം ഉണ്ടാകുന്നതാണെന്ത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊരു ജനിതക വൈകല്യമാണ്. ആ ഹീമോഫീലിയ അതുമായിട്ട് ബന്ധപ്പെട്ട ബാധിച്ചവർക്ക് മാസം 1000 രൂപ കൊടുക്കുന്നതാണ് സമാശ്വാസം 3 എന്ന് പറയുന്നത്. ഇനി സമാശ്വാസം 4 എന്ന് പറയുന്നത് അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽ പെടുന്ന രോഗികൾക്ക് മാസം 2000 രൂപ കൊടുക്കുന്നു. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ വേണേൽ ചോദിക്കാം. അരിവാൾ രോഗം ബാധിച്ച ട്രൈബൽ വിഭാഗത്തിൽ പെടുന്ന രോഗികൾക്ക് മാസം 2000 രൂപ കൊടുക്കുന്നതാണെന്ത്? സമാശ്വാസം 4. ശരിയോ തെറ്റോ? ഉത്തരം നിങ്ങൾക്ക് മനസ്സിൽ വന്നല്ലോ. തെറ്റാണ്. എന്താ? അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിമാസം 2000 രൂപ കൊടുക്കുന്നതാണെന്ത്? സമാശ്വാസം 4. അപ്പം സമാശ്വാസ പദ്ധതിയിലെ 4 എണ്ണം ഒക്കെയാണല്ലോ. നമ്മൾ പഠിച്ചു സമാശ്വാസം പദ്ധതിയാണ് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ്. ആർക്കൊക്കെ? 1 വൃക്ക തകരാറായവർക്ക് 1100 രൂപ കൊടുത്ത് ആശ്വസിപ്പിക്കുന്നു. ഇനി 2 വൃക്ക കരൾ മാറ്റിവെക്കാൻ 1000 രൂപ കൊടുക്കുന്നു. 3 സമാശ്വാസം 3 ഹീമോഫീലിയ വന്നവർക്ക് 1000 രൂപ കൊടുക്കുന്നു. സമാശ്വാസം 4 അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാസം 2000 രൂപ കൊടുക്കുന്നു. ഇത്രയും സെറ്റാണല്ലോ. സെറ്റാണെങ്കിൽ നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് പോകാം. പരിരക്ഷാ പദ്ധതി. കീവേഡ് നമുക്ക് കിട്ടി, രക്ഷ. കീവേഡാണ് രക്ഷ എന്ന് പറയുന്നത്. ആരെ രക്ഷിക്കുന്നു? അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണെന്ത്? പരിരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ ബാധിച്ച ആ മേഖലയിലുള്ളവർ ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതിയാണെന്ത്? പരിരക്ഷാ പദ്ധതി. അപ്പോൾ നമുക്ക് നോക്കാം. പരിരക്ഷാ പദ്ധതി രക്ഷ കൊടുക്കുന്നു. ആർക്ക് രക്ഷ കൊടുക്കുന്നു? ഭിന്നശേഷിക്കാർക്ക്. അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്നു. എന്തൊക്കെ അടിയന്തര സാഹചര്യമാണ്? അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് രക്ഷ കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? പരിരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അവിടെ ഇന്ന വരുമാനമുള്ളവർക്കെന്നൊന്നും പറയുന്നില്ല. അവിടെ എന്തുവാ? വരുമാന പരിധി ഇല്ലാതെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.
നമ്മൾ ഈ മേഖലയിൽ അപകടം ബാധിച്ച മേഖലയിലെ ഭിന്നശേഷിക്കാർക്ക് സഹായം കൊടുക്കുന്നത് എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടായി, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ അതിനനുസരിച്ചുള്ള ഒരു തുകയാണ് കൊടുക്കുന്നത്. അതിനകത്ത് 25,000 രൂപ വരെ ധനസഹായം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ്. എന്നാൽ അതിനു മുകളിൽ ധനസഹായം വേണമെങ്കിൽ ആരുടെ സഹായം വേണം, ആരുടെ മേൽനോട്ടം വേണം? ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു മൈനോറിറ്റി കമ്മിറ്റി അല്ല, മോണിറ്ററിംഗ് കമ്മിറ്റി. മോണിറ്ററിംഗ് കമ്മിറ്റി. അപ്പം ജില്ലാ ചെയർമാൻ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് 25,000 രൂപയ്ക്ക് മുകളിൽ ധനസഹായം നൽകുന്നത്. അപ്പം പരിരക്ഷാ പദ്ധതിയാണ്. ആരെ രക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരെ രക്ഷിക്കുന്നു. എവിടെയുള്ള ഭിന്നശേഷിക്കാർ? അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാരെ രക്ഷിക്കുന്നു. അവർക്ക് എങ്ങനെ ഏതൊക്കെ ഭിന്നശേഷിക്കാർക്ക് വരുമാനം വല്ലതും നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുമാന പരിധിയില്ല. ഓക്കെ ആണല്ലോ. ഇനി ധനസഹായം 25,000 രൂപ വരെ ആണെങ്കിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് കൊടുക്കാം. ഇനി അതിൽ കൂടുതലാണെങ്കിൽ മാത്രം ആരുടെ മേൽനോട്ടം വേണം? ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് അതിന് മുകളിലുള്ള ധനസഹായം അനുവദിക്കുന്നത്. ഇപ്പോൾ പരിരക്ഷാ പദ്ധതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് അമൃതം ആരോഗ്യം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതി കീവേഡ് നോക്കിക്കോണം. ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളാണ് അമൃതം ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടത്. നോക്കാം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണെന്ത്? അമൃതം ആരോഗ്യം പദ്ധതി. 30 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അമൃതം ആരോഗ്യം ഓർക്കണം. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട രോഗത്തിനുള്ള സൗജന്യ ചികിത്സയും മറ്റു കാര്യങ്ങളുമാണെന്ത്? അമൃതം ആരോഗ്യം. അപ്പം കീവേഡ് ഓർത്തണം. അമൃതം ആരോഗ്യം, ജീവിതശൈലി രോഗം. ആർക്കാണ്? 30 വയസ്സിന് മുകളിൽ. ഇനി ഈ പദ്ധതിയുടെ കീഴിൽ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. അമൃതം ആരോഗ്യത്തിൻ്റെ കീഴിൽ കുറേ പദ്ധതികൾ വരുന്നുണ്ട്. അത് നമ്മുടെ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ വരുന്ന പദ്ധതികൾ ഏത്, അല്ലെങ്കിൽ കീഴിൽ വരാത്ത പദ്ധതികൾ ഏതൊക്കെയെന്ന് പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇത് അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്നത്. അതിലൊന്നാമത്തതാണ് ശ്വാസം വിടുന്നു. ഏത്? ശ്വാസകോശം. കണക്ട് ചെയ്ത് കിട്ടിയില്ലയോ? ശ്വാസകോശം. ശ്വാസകോശ സംബന്ധമായ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അതാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണിത് ശ്വാസ്. അപ്പം ശ്വാസകോശം കണക്ട് ചെയ്ത ശ്വാസകോശം. അടുത്തത് നയനാമൃതം. നയനം അമൃതം. ഇത് വെച്ച് ഓർത്താൽ മതി. നയനവും അമൃതവും കൂടെ ഓർത്താൽ മതി. നയനം അമൃതം. അമൃതം മധുരം ഒക്കെ ഉണ്ടല്ലോ. അപ്പം പ്രമേഹമുള്ളവർക്ക് നയനം കണ്ണ്, കാഴ്ച മങ്ങുന്ന പ്രശ്നം, അതാണ് നയനാമൃതം. അപ്പം പ്രമേഹമുള്ളവർക്ക് കാഴ്ച മങ്ങുന്ന പ്രശ്നങ്ങളാണെന്ത്? ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നയനാമൃതം. പ്രമേഹമുള്ളവർക്ക് കാഴ്ച മങ്ങുന്ന പ്രശ്നത്തിന് പറയുന്ന പേരാണെന്ത്? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ പറയാം? പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ രോഗനിർണയവും ചികിത്സയുമാണെന്ത്? ഈ നയനാമൃതം എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. കിട്ടിയേ? അപ്പോൾ അമൃതം ആരോഗ്യത്തിൻ്റെ കീഴിൽ വരുന്ന 2 പദ്ധതികൾ പഠിച്ചു. ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് നയനാമൃതം, പ്രമേഹമുള്ളവർക്കുള്ള കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ചികിത്സാ സഹായമാണെന്ത്? നയനാമൃതം. അടുത്തത് പാദസ്പർശം. പാദം, കാല്. പ്രമേഹം മൂലം കാലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ ഡയബറ്റിക് ഫൂട്ട് എന്ന് പറയും. അപ്പം പ്രമേഹവുമായി ബന്ധപ്പെട്ട് കാലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? പാദസ്പർശം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ശിരസ്. നമ്മുടെ ശിരസ് ഓർത്താൽ മതി. ശിരസ്, തലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമാണെന്ത്? പക്ഷാഘാതം, സ്ട്രോക്ക്. മനസ്സിലായോ? അപ്പോൾ അത് തമ്മിലൊന്ന് കണക്ട് ചെയ്താൽ മതി.
സിറസിൻ്റെ ഫുൾ ഫോം തന്നെ ഇങ്ങനെയാണ്: സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ റീഹാബിലിറ്റേഷൻ അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം. സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ റീഹാബിലിറ്റേഷൻ അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാമാണ് എന്തിൻ്റെ ഫുൾ ഫോം? സിറസിൻ്റെ ഫുൾ ഫോം. പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി. പക്ഷാഘാതം, ബോധവൽക്കരണം എന്ന് മാത്രം പഠിച്ചിരുന്നാൽ മതി. അപ്പം ശ്വാസകോശം, നയനാമൃതം, പ്രമേഹം, മധുരം, പ്രമേഹം, കാഴ്ച. ഓക്കെ ആണല്ലോ. ഇനി പാദസ്പർശം, പ്രമേഹം, കാല്. ഇനി ശിരസുമായിട്ട് ബന്ധപ്പെട്ട പക്ഷാഘാതം, സ്ട്രോക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണം. സെറ്റാണേ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, വിബ്ജിയോർ പദ്ധതി എന്ന് പറയും. വിബ്ജിയോർ നമ്മൾ മഴവില്ലിൻ്റെ കളറില്ലേ വിബ്ജിയോർ എന്ന് പറയുന്നത്? വളരെ കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി കളറാണ്, നല്ല അടിപൊളി കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ കളർഫുൾ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് എന്തുവാ? കൗമാര കാലഘട്ടം ഇല്ലയോ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത് കൗമാര കാലഘട്ടമാണ്. ആ കൗമാര കാലഘട്ടത്തിൽ ചില ജീവിതശൈലി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്, വിബ്ജിയോർ പദ്ധതി. അപ്പോൾ വിബ്ജിയോർ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരക്കാരൻ ഉണ്ടാക്കുന്ന തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണിത് വിബ്ജിയോർ എന്ന് പറയുന്നത്. അതിനകത്ത് പകർച്ചവ്യാധികൾ അല്ലാത്ത രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണിത് വിബ്ജിയോർ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെയാണേ? അപ്പോൾ വിബ്ജിയോർ പദ്ധതി ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ അമൃതമാരോഗ്യം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ് പഠിക്കുന്നത്. അമൃതമാരോഗ്യം എന്തുവാ? ജീവിതശൈലി രോഗം, 30 വയസ്സിന് മുകളിലുള്ള ജീവിതശൈലി രോഗം. ഓക്കെ ആണല്ലോ. കീഴിൽ വരുന്ന ഒന്നാമത്തെ ശ്വാസകോശം, നയനാമൃതം, പ്രമേഹം, കാഴ്ച. പിന്നെ പാദസ്പർശം, പ്രമേഹം, കാലുമായി ബന്ധപ്പെട്ടത്. ഇനി ശിരസ്, പക്ഷാഘാതം, സ്ട്രോക്കുമായി ബന്ധപ്പെട്ടത്. പിന്നെ വിബ്ജിയോർ കളർഫുള്ളായിട്ടുള്ള കാലഘട്ടം, കൗമാര കാലഘട്ടത്തിലെ തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതിയാണെന്ത്? വിബ്ജിയോർ പദ്ധതി. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഒരു മഴവിൽ പദ്ധതിയുണ്ട്. വിബ്ജിയോർ പറഞ്ഞപ്പം അതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞതാണെന്ത്? മഴവിൽ. നമ്മുടെ അമൃതമാരോഗ്യവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പദ്ധതിയാണെന്ത്? മഴവിൽ പദ്ധതി. അതെന്തുവാ? ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണെന്ത്? മഴവിൽ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണെന്ത്? മഴവിൽ പദ്ധതി എന്ന് പറയുന്നത്. അത് നമ്മുടെ അമൃതമാരോഗ്യമായിട്ട് ഒരു ബന്ധവുമില്ല. വിബ്ജിയോർ പറഞ്ഞപ്പം അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. പ്രത്യേകം ഓർക്കുക, മഴവില്ല് എന്തുമായിട്ട് ബന്ധമില്ല? അമൃതമാരോഗ്യമായിട്ട് ബന്ധമില്ല. ഓക്കെ ആണല്ലോ. അത് ട്രാൻസ്ജെൻഡർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ്. കാരണം ഇത് ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമൃതമാരോഗ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബന്ധപ്പെടാത്ത പദ്ധതികൾ ഏത് എന്നൊക്കെ ചോദിക്കുമ്പം അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മഴവില്ലെന്ന് പറയുന്നത്. ഒരു ഓപ്ഷൻ മഴവില്ല് കൊടുക്കാം. കാരണം വിബ്ജിയോർ ഉള്ളതുകൊണ്ട് മഴവില്ല് കൊടുക്കാം. അപ്പോൾ ഓർത്ത് വെക്കണം, മഴവില്ല് അമൃതമാരോഗ്യം പദ്ധതിയിൽ വരുന്നതല്ല. അപ്പം അത്രയും സെറ്റാണേ. നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് അഭയവും. ഇതും അമൃതമാരോഗ്യത്തിൻ്റെ കീഴിൽ വരുന്ന പദ്ധതിയാണിത്, അഭയം പദ്ധതി എന്ന് പറയുന്നത്. അഭയം പദ്ധതി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയേറ്റീവ് കീമോതെറാപ്പി യൂണിറ്റ്. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ക്യാൻസർ ബാധിച്ച ആൾക്കാർക്കൊക്കെ ഈ RCC പോലുള്ള എല്ലാ ജില്ലയിലും ഇല്ല. RCC എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലും വരുന്നില്ല. അപ്പം ഈ റിമോട്ട് ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ക്യാൻസർ ബാധിക്കുമ്പം അവരെ അവിടം വരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അഭയം പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഈ ജില്ലാ ആശുപത്രികളിൽ ഈ 1-2 ഡോക്ടർമാരെ RCCയിൽ കൊണ്ടുപോയിട്ട് അവരെ പരിശീലിപ്പിക്കും. ഈ ക്യാൻസർ രോഗവും അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കും. എന്നിട്ട് ജില്ലാ ആശുപത്രികളിൽ ഈ ക്യാൻസറിന് വേണ്ടിയിട്ട്, ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആ ആശുപത്രികളിൽ തുടങ്ങും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്ത്? അഭയം പദ്ധതി എന്ന് പറയുന്നത്. ജില്ലാ ആശുപത്രികളിലെ 1-2 ഡോക്ടേഴ്സിനെ RCCയിൽ വെച്ച് പരിശീലനം നൽകുകയും പിന്നീട് ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സാ യൂണിറ്റുകൾ തുടങ്ങാനുള്ള ഒരു പദ്ധതിയാണെന്ത്? അഭയം പദ്ധതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അഭയം പദ്ധതി എന്തോന്ന് മനസ്സിലായല്ലോ. ഡോക്ടർമാർക്ക് RCCയിൽ വെച്ച് പരിശീലനം നൽകുകയും പിന്നീട് ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സാ യൂണിറ്റുകൾ തുടങ്ങാനുള്ള പദ്ധതിയാണെന്ത്? അഭയം പദ്ധതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അഭയം എന്താണെന്ന് മനസ്സിലായല്ലോ. അവർക്ക് അഭയം കൊടുക്കുക, നമ്മൾ ക്യാൻസർ രോഗികൾക്ക് അഭയം കൊടുക്കുകയാണ്. നമ്മൾ ഇത്രയും RCC വരെ അത്ര ദൂരം കൊണ്ടുവന്ന് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജില്ലാ ആശുപത്രികളിൽ യൂണിറ്റ് തുടങ്ങണം.
ചുമ്മാ തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അവിടുത്തെ ഡോക്ടർമാർക്ക് പരിശീലനം കൊടുക്കണം. ആ ഡോക്ടർമാരെ RCCയിൽ കൊണ്ടുപോയി പരിശീലനം നൽകി നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ അതിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങുന്ന ഒരു പദ്ധതിയാണെന്ത്? അഭയം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഈ ഇത്രയും പദ്ധതികളാണെന്ത്? അമൃതം ആരോഗ്യത്തിൻ്റെ കീഴിൽ വരുന്ന പദ്ധതികൾ. എന്തൊക്കെയാ? ശ്വാസ്, നയനാമൃതം, പാദസ്പർശം, പിന്നെ വിബ്ജിയോർ, പിന്നെ അഭയം. ഏതോർണം വിട്ടുപോയല്ലോ? ശിരസ്. അപ്പം ശ്വാസ്, നയനാമൃതം, പാദസ്പർശം, ശിരസ്, വിബ്ജിയോർ, പിന്നെ അഭയം. ഇത്രയും അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരെണ്ണം പറഞ്ഞു മഴവില്ല്, അത് ഇതിൻ്റെ കീഴിൽ വരുന്നതല്ല. ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെറ്റാണേ അത്രയും. ഓക്കെ ആണല്ലോ. ഇത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അടുത്തത്. 2020 UN-ൻ്റെ കേരളത്തിന് ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുരസ്കാരം ലഭിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പുരസ്കാരം കിട്ടിയായിരുന്നു 2020. അത് ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. ഓക്കെ ആണല്ലോ. ഇതിനകത്തൊന്നും ചോദിക്കാത്തതായിട്ടൊന്നുമില്ല. ഇത് PYQ ആണ്. പിന്നെ അപ്പോൾ ഇത്ര ആണ് നമ്മൾ നോക്കിയത്. ആരോഗ്യ കിരണം പദ്ധതി. അടുത്തതാണ് ആരോഗ്യ കിരണം പദ്ധതി. സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? ആരോഗ്യ കിരണം പദ്ധതി എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ആരോഗ്യ കിരണം പദ്ധതി എന്തുവാ? എന്ത് ആണ് ആ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നു. ആർക്ക് നൽകുന്നു? 18 വയസ്സിന് താഴെയുള്ള. എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? APL BPL വ്യത്യാസമില്ലാതെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതാണ് ആരോഗ്യ കിരണം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് എന്ന് മുതൽ നടപ്പിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 നവംബർ 1 മുതലാണ് നടപ്പിലാക്കിയത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ആരോഗ്യ കിരണം പദ്ധതി മനസ്സിലായല്ലോ. ആരോഗ്യ കിരണം പദ്ധതി എന്തുവാ? അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. ആർക്ക് കൊടുക്കുന്നു? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നു. എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. എന്ത്? ആരോഗ്യ കിരണം പദ്ധതി. എന്ന് മുതൽ നടപ്പിലാക്കി? 2022 നവംബർ 1 മുതൽ നടപ്പിലാക്കി. ആരാണിത് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മുഖേനയാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആരോഗ്യ കിരണം പദ്ധതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് മിഠായി പദ്ധതി. ഒരുപാട് ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് മിഠായി പദ്ധതി. നമുക്ക് ഈ അടുത്ത കാലം നടന്ന പരീക്ഷകൾ, ഒരു 2024 നടന്ന പരീക്ഷ ചോദ്യപേപ്പറുകൾ എല്ലായിടത്തും നോക്കിക്കോ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഠായി പദ്ധതിയാണ്. നമ്മുടെ കഴിഞ്ഞ LD വരെ ചോദിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം LDക്കൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്ന് മിഠായി പദ്ധതി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഖാദി ബോർഡിനും ചോദിച്ചായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഈ അടുത്ത് നടന്ന എല്ലാ പരീക്ഷകളിലും മിഠായി ചോദിക്കുന്നുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് മിഠായി പദ്ധതി. മിഠായി നമുക്ക് നോക്കാം. മിഠായി ആർക്കാണ് മിഠായി ഇഷ്ടം? കുട്ടികൾക്കാണ് ഇഷ്ടം. അപ്പം കുട്ടികളിൽ മിഠായി കഴിച്ചാൽ മധുരമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് എന്തുവാ? പ്രമേഹം. കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ ആവിഷ്കരിച്ച പദ്ധതിയാണെന്ത്? മിഠായി പദ്ധതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം മിഠായി പദ്ധതി എന്ന് പറയുന്നത് കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ ആവിഷ്കരിച്ച പദ്ധതിയാണെന്ത്? മിഠായി പദ്ധതി. ഇനി മിഠായി പദ്ധതി കുട്ടികളിലെ പ്രമേഹ രോഗം, ഇതെന്ത് ടൈപ്പ് പ്രമേഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് ആ പ്രമേഹ രോഗം തടയാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണിത് മിഠായി പദ്ധതി എന്ന് പറയുന്നത്. എന്താ ഈ ടൈപ്പ് 1 പദ്ധതി പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കി ഒന്ന് പറയാം. ടൈപ്പ് 1 പ്രമേഹം എന്തുമൂലം ഉണ്ടാവുന്നു? സ്വയം പ്രതിരോധ വൈകല്യം മൂലം ഉണ്ടാവുന്നതാണ് എന്ത്? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. സ്വയം പ്രതിരോധ വൈകല്യം, അതായത് നമ്മുടെ ശരീരത്തിലെ T ലിംഫോസൈറ്റുകൾക്ക് അന്യകോശവും സ്വന്തം കോശവും തിരിച്ചറിയാതെ വരുമ്പം ആ T ലിംഫോസൈറ്റ് തിരിച്ചറിയുക എന്നുള്ളതാണ് T ലിംഫോസൈറ്റിൻ്റെ ജോലി. ആ ശേഷി അവർക്ക് നഷ്ടപ്പെടും. മനസ്സിലായോ? അപ്പോൾ ഈ T ലിംഫോസൈറ്റ് എന്ത് ചെയ്യും? നേരെ ചെന്ന് നമ്മുടെ ബീറ്റാ കോശങ്ങളെ അങ്ങ് ആക്രമിക്കും. നമുക്കറിയാമല്ലോ, ബീറ്റാ കോശങ്ങളാണ് ആരെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കും. ഓക്കെ ആണല്ലോ. അതാണ് നോർമലി നടക്കേണ്ടത്. അപ്പോൾ ഈ T ലിംഫോസൈറ്റ് എന്ത് ചെയ്യും? നേരെ ചെന്ന് ബീറ്റാ കോശങ്ങളെ ആക്രമിച്ചിട്ട് ഇൻസുലിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും.
അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും അതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ത് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 2 പ്രമേഹം ഉണ്ട്, അതെന്തുവാ ജീവിതശൈലി രോഗമാണ്, അതൊരു ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടൈപ്പ് 1 പ്രമേഹം കുട്ടികളെയാണ് കൂടുതലും ബാധിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നത്. അതൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്. ടൈപ്പ് 1 പ്രമേഹം എങ്ങനെ അറിയപ്പെടുന്നു? ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു, കാരണം കുട്ടികളിലാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പം ഈ കുട്ടികളിൽ ബാധിക്കുന്ന ടൈപ്പ് 1 പ്രമേഹം, ആ പ്രമേഹ രോഗം തടയാൻ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണെന്ത് മിഠായി പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മിഠായി പദ്ധതി എല്ലാവർക്കും സെറ്റ് ആണല്ലോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത് നോക്കാം, സ്നേഹക്കൂട്. കൂട് കൊടുക്കുന്നു. അടുത്ത എന്തുവാ? സ്നേഹക്കൂട്. കൂട് കൊടുക്കുന്നു, ഒരു ഷെൽട്ടർ കൊടുക്കുന്നു, അത് ഓർത്താൽ മതി. ആർക്ക് കൊടുക്കുന്നു? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കായുള്ള പുനരധിവാസ പദ്ധതിയാണെന്ത് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചു വരുന്ന, അസുഖങ്ങളെല്ലാം മാറി നോർമലായിട്ട് സുഖമായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണെന്ത് ഈ സ്നേഹക്കൂട് എന്ന് പറയുന്നത്. അപ്പം മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള പുനരധിവാസ പദ്ധതിയാണെന്ത് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത അശ്വമേധം. അടുത്ത എന്തുവാ? അശ്വമേധം. അശ്വമേധം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷ്ഠരോഗികളെ കണ്ടെത്താനും ചികിത്സ നൽകാനുമുള്ള പദ്ധതിയാണെന്ത് അശ്വമേധം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അശ്വമേധം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗികളെ കണ്ടെത്താനും ചികിത്സ നൽകാനുമുള്ള പദ്ധതിയാണെന്ത് അശ്വമേധം പദ്ധതി. അശ്വം കുഷ്ഠം എന്ന് ഓർത്താൽ മതി. അശ്വമേധം കുഷ്ഠം. അപ്പോൾ കുഷ്ഠരോഗികളെ കണ്ടെത്താനും ചികിത്സ നൽകാനുമുള്ള പദ്ധതിയാണെന്ത് അശ്വമേധം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണേ? അശ്വമേധം പദ്ധതി. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ പഠിച്ച എന്തൊക്കെയാണ്? മിഠായി പദ്ധതി എന്തുവാ? കുട്ടികൾക്കുള്ള പ്രമേഹം തടയാനുള്ളത്. സ്നേഹക്കൂട് കൊടുക്കുന്നു, ആർക്ക്? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നവർക്ക് പുനരധിവാസ പദ്ധതി. ഇനി അശ്വമേധം കുഷ്ഠരോഗികളെ കണ്ടെത്താനുള്ളതാണെന്ത് അശ്വമേധം എന്ന് പറയുന്നത്. അടുത്ത മാതൃയാനം. അടുത്ത പദ്ധതിയാണെന്ത് മാതൃയാനം പദ്ധതി. താണ്ടെ ബാക്കി തന്നെ ഉണ്ട് മാതൃ. അപ്പം അമ്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് മാതൃയാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തുവാ? പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണെന്ത് മാതൃയാനം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി എന്ന് പറയുന്നത്. അപ്പം മാതൃയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരുമായിട്ട് ബന്ധപ്പെട്ടത്, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും. അതായത് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്ക് സൗജന്യമായിട്ട് യാത്രാ സൗകര്യം ഒരുക്കുക, അതാണ് മാതൃയാനം പദ്ധതി. അടുത്ത സ്പെക്ട്രം ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഓർത്താൽ മതി. സ്പെക്ട്രം പദ്ധതി എന്തുവാ? ഓട്ടിസം. അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണെന്ത് ഓട്ടിസം പദ്ധതി എന്ന് പറയുന്നത്. മനസ്സിലായി? അവരുടെ ഈ ഓട്ടിസം അവർ സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുന്നത് ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്, അവരൊക്കെ കഴിവുള്ള കുട്ടികളുണ്ടാവും. അപ്പം ഓട്ടിസം ബാധിച്ച കുട്ടികളെ അതിന് തുടക്കത്തിൽ തന്നെ അവരിലുള്ള കഴിവുകളെ കണ്ടെത്തി, ചിലർക്ക് നന്നായി പാടാൻ കഴിവുണ്ട്, ചിലർ നന്നായി വരയ്ക്കാൻ കഴിവുള്ളവർ കാണും. അപ്പോൾ അവരുടെ കഴിവുകളെ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി അവർക്ക് അതിനോട് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുന്ന ഒരു പദ്ധതിയാണെന്ത് സ്പെക്ട്രം പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണെന്ത് സ്പെക്ട്രം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്ട്രം ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മാത്രം ഓർത്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ? അടുത്ത സീതാലയം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹോമിയോ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസികാരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതിയാണെന്ത് സീതാലയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം സ്ത്രീകളുടെ ശാക്തീകരണ പദ്ധതി, സ്ത്രീ ശാക്തീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് സീത. നമ്മളൊന്ന് കണക്ട് ചെയ്താൽ സീതയും സ്ത്രീ ശാക്തീകരണമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ സീതാലയം എന്തുവാ? ഹോമിയോ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസികാരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതിയാണെന്ത് സീതാലയം എന്ന് പറയുന്നത്. അത് ഏതിൻ്റെ കീഴിൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോ വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത്, ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ നമ്മൾ ഒന്നുകൂടെ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഇപ്പം നോക്കിയത്? ആരോഗ്യകിരണം നോക്കി. 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള APL BPL ഒന്നും നോക്കാതെയാണ് നടത്തുന്നത്. അതാണ് ആരോഗ്യകിരണം പദ്ധതി. മിഠായി പദ്ധതി ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള പദ്ധതിയാണ് മിഠായി. സ്നേഹക്കൂട് കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നു? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നവർക്ക് പുനരധിവാസ പദ്ധതി. അശ്വമേധം കുഷ്ഠരോഗികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അടുത്ത മാതൃയാനം അമ്മയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്ക് സൗജന്യമായിട്ട് യാത്രാ സൗകര്യം കൊടുക്കുന്നു. അടുത്ത സ്പെക്ട്രം ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ
കഴിവുകൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. പിന്നെ സീതാലയം എന്തുവാ? സ്ത്രീ ശാക്തീകരണം. സീതാലയം സ്ത്രീ ശാക്തീകരണം, അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. സീതാലയം സ്ത്രീ ശാക്തീകരണം, മനസ്സിലായോ? അപ്പോൾ സ്ത്രീകളുടെ മാനസികാരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതിയാണെന്ത്? സീതാലയം. ഹോമിയോ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്നു. അടുത്തത് നേർക്കാഴ്ച. എന്തുവാ? നേർക്കാഴ്ച. നമുക്കറിയാം കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നേർക്കാഴ്ച. എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനുള്ള പദ്ധതിയാണെന്ത്? നേർക്കാഴ്ച എന്ന് പറയുന്നത്. അപ്പം എന്തുവാ? എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ്. അപ്പം ഇതങ്ങ് ഓർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നേത്രാരോഗ്യം. അപ്പോൾ അവിടെ മാനദണ്ഡങ്ങളൊന്നുമില്ല, എല്ലാവർക്കും നേത്രാരോഗ്യം എന്നതാണ് ലക്ഷ്യം. അപ്പോൾ അവിടെ നമ്മൾ ഇത് പഠിക്കണോ? എല്ലാ കുടുംബങ്ങളിൽ നിന്നൊന്നും പഠിക്കണ്ട, മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും. എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണെന്ത്? നേർക്കാഴ്ച. വൈകല്യം കണ്ടെത്തുന്നവരിൽ ഇനി പ്രശ്നമുള്ളവരിൽ അന്നേരം അവരൊരു കാറ്റഗറി ചെയ്യും. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആദ്യം അതിനുള്ള പരിഹാരം കാണും. അതിനുശേഷമാണ് സാമ്പത്തിക ഭദ്രതയുള്ളവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം വൈകല്യം കണ്ടെത്തുന്നവരിൽ സാമ്പത്തിക പിന്നോക്ക വ്യവസ്ഥയുടെ ക്രമത്തിലാണ് സൗജന്യ കണ്ണടകൾ നൽകുന്നത്. അപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആദ്യം കണ്ണട കൊടുക്കുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എത്ര വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു പദ്ധതിയാണെന്ത്? നേർക്കാഴ്ച പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നേർക്കാഴ്ച പദ്ധതി എന്താണെന്ന് മനസ്സിലായോ? നേർക്കാഴ്ച പദ്ധതി എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ള പദ്ധതിയാണ് നേർക്കാഴ്ച. വൈകല്യം കണ്ടെത്തുന്നവരിൽ സാമ്പത്തിക പിന്നോക്ക വ്യവസ്ഥയുടെ ക്രമത്തിൽ സൗജന്യ കണ്ണടകൾ നൽകും. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കും. ഓക്കെ ആണല്ലോ? അപ്പം നേർക്കാഴ്ച എന്തിനു വേണ്ടിയുള്ളത്? എല്ലാവർക്കും നേത്രാരോഗ്യം. എന്തിന്, ആർക്ക് എന്ന ഉത്തരം അതിനകത്തുണ്ട്. എല്ലാവർക്കും നേത്രാരോഗ്യം. ഇനി എങ്ങനെ അതിൻ്റെ ചികിത്സ, കണ്ണടകൾ കൊടുക്കുന്ന ക്രമം എങ്ങനെ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആദ്യം കിട്ടുന്ന രീതിയിൽ. ഇനി എത്ര വർഷം കൊണ്ട് പൂർത്തിയാക്കും? 4 വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ 4 വർഷം കൊണ്ടാണ് അത് പൂർത്തിയാക്കുന്നത്. നേർക്കാഴ്ച ഒക്കെ ആണല്ലോ. അടുത്തതാണ് ആലില പദ്ധതി. നമ്മുടെ ആലില ഇലകളാണല്ലോ. ഇല, സസ്യം, പരിസ്ഥിതിയായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ഇല, സസ്യം, പരിസ്ഥിതി അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയേ. ആലില പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? ആലില പദ്ധതി. അപ്പോൾ ആലില പദ്ധതി എന്തുവാ? പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായിട്ട് സഹകരണ വകുപ്പ് ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതിയാണെന്ത്? ആലില പദ്ധതി എന്ന് പറയുന്നത്. ആലില പദ്ധതി അതെന്തുവാ? തൈകൾ നട്ട് പരിപാലിക്കുന്നതൊക്കെയാണെന്ത്? ആലില പദ്ധതി. വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണത് ആലില പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ ആലില പദ്ധതി.